താങ്ക് യു. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം കുടിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഹായ് ഷീജേട്ടാ. ഹായ് ഹായ് ഹായ്. ഹായ് ഷിബുചേട്ടൻ, ആൽബർട്ട, ഹായ് ഹായ് കാനഡ. ഹായ് ഹായ്. ഹായ് 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 എല്ലാവർക്കും നന്ദി. ഹായ് ഷിബുചേട്ടാ. ഇന്നിപ്പോ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ വിനായക് ബാംഗ്ലൂര് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും കയ്യിൽ ഇപ്പൊ നമ്പർ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും നമ്പർ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദം മേടിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗിലേക്ക് കിടക്കാം. നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കംസ് ഓഫ് ഏജ് എന്ന പുസ്തകമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് ഏകദേശം 20 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രായപൂർത്തിയായി എന്ന് വിവരിക്കുന്ന ഒരു പുസ്തകം ബിൽ ഡബ്ല്യു എഴുതി. അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഏകദേശം 324 പേജാണെന്ന് തോന്നുന്നു. അത് മൊത്തത്തിലുള്ളത്. നമ്മൾ 309 പേജ് വരെ എത്തി. 324 പേജിലും 309 പേജും എത്തി. അപ്പൊ നമ്മള് വളരെ ചുരുക്കം പേജുകളെ നമ്മുടെ മുന്നിലുള്ളൂ. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം അനുബന്ധം ഈ എ ആയിട്ട് അതിനകത്ത് പ്രസിദ്ധീകരിച്ചിരുന്നത് നമ്മുടെ സിൽക്ക് കോഡത്തിന്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ്. എങ്ങനെയാണ് എ ന്യൂ അപ്രോച്ച് ടു സൈക്കോതെറാപ്പി ഇൻ ക്രോണിക് ആൽക്കഹോളിസം ബൈ WD സിൽക്ക്വർത്ത് MD. അപ്പോൾ ഒരു ക്രോണിക് ആൽക്കഹോളിസത്തിന് സൈക്കോതെറാപ്പിയുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനത്തെ കുറിച്ചാണ്. അത് നമ്മൾ മൊത്തം 6 റിപ്പോർട്ട് നമ്മൾ വായിച്ചു. അത് നമുക്കറിയാം. 1939 ജൂലൈയില് അമേരിക്കൻ മെഡിക്കൽ പേപ്പറായിട്ടുള്ള ജേണൽ ലാൻസെറ്റ് എന്ന് പറയുന്ന മിനസോട്ടയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മെഡിക്കൽ പേപ്പറിൽ വന്ന റിപ്പോർട്ടാണ് നമ്മുടെ ഇതിനകത്ത് അപ്പൻഡിക്സ് എ ആയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് അനുബന്ധം B ആണ്. ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഖപ്പെടൽ പദ്ധതി എന്ന പേരിലാണ്. തെറാപ്യൂട്ടിക് മെക്കാനിസം ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഖപ്പെടൽ പദ്ധതി. അത് ഹാരി എം ടൈബോട്ട് ആണ്. ഞാൻ സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ബൈ ഹാരി എം ടൈബോട്ട് MD, ഗ്രീൻവിച്ച്, കണക്റ്റിക്കറ്റ്. അദ്ദേഹം 1944 ജനുവരിയിൽ അമേരിക്കൻ ജേണൽ ഓഫ് സൈക്കാട്രിയിൽ പ്രസിദ്ധീകരിച്ചതാണ്. അത് നമ്മൾ അവരുടെ അനുവാദത്തോടു കൂടി ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി ഡോക്ടർ ഹാരിയുടെ ഈ പേപ്പർ നമ്മുടെ കംസ് ഓഫ് ഏജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്തുള്ള 3 പേപ്പറുകളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ലേഖനത്തിലേക്ക് പോകാം. അനുബന്ധം B, പേജ് നമ്പർ 309, ആൽക്കഹോളിക്സ് അനോണിമസ് കംസ് ഓഫ് ഏജ് എന്ന പുസ്തകത്തിൽ നിന്ന് തെറാപ്യൂട്ടിക് മെക്കാനിസം ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സുഖപ്പെടൽ പദ്ധതി. ഹാരി എം ടൈബോട്ട് MD. അപ്പൊ അദ്ദേഹം ഡോക്ടറാണ്. നമ്മുടെ ക്ലാസ് A ട്രസ്റ്റി ആയിരുന്നു. ഒരുപാട് ആൽക്കഹോളിക്സ് അനോണിമസിനെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഹാരി എം ടൈബോട്ട് എന്ന്. നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അദ്ദേഹത്തെ പറ്റിയുള്ള ഒത്തിരി ലേഖനങ്ങൾ ലഭിക്കുന്നതാണ്. ഏതായാലും നമുക്ക് നേരിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളത്തിൽ ആശയവിവർത്തനം നടത്താം. ഓക്കെ. ആൽക്കഹോളിക്സ് അനോണിമസ് ഇസ് ദ നെയിം by Therapeutic Mechanism of Alcoholics Anonymous by Harry M. Tybot, MD, Greenwich, Connecticut, reprinted by permission from the American Journal of Psychiatry, January 1944. Dr. Harry's first paper on the subject of Alcoholics Anonymous. 3 recent papers are indexed at the close of this one. Alcoholics Anonymous is the name applied to a group of ex-alcoholics who, through a therapeutic program which includes definite religious element, have successfully combated alcoholism. The group stems from the efforts of one man, Mr. X, who in 1934 found an answer to his drinking problem in a personal religious experience. This experience he was able to translate it into terms which were meaningful for others. Since then, many alcoholics have become sober by using his approach. അനുബന്ധം അനുബന്ധമിയിലെ ബി എന്ന് പറയുന്ന ഭാഗം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഖപ്പെടൽ പദ്ധതി. ഹാരി എം ടൈബോട്ട് MD ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗ്രീൻവിച്ച്, കണക്റ്റിക്കറ്റിലാണ് അദ്ദേഹം. 1944 ജനുവരിയിൽ അമേരിക്കൻ ജേണൽ ഓഫ് സൈക്കാട്രിയിൽ പ്രസിദ്ധീകരിച്ചത്. അത് അനുവാദത്തോടെ പ്രസിദ്ധീകരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി ഡോക്ടർ ഹാരിയുടെ ആദ്യ പേപ്പർ സമീപകാലത്തെ
3 പേപ്പറുകളും ഇതിന്റെ അവസാനം ചേർത്തിരിക്കുന്നു. മുൻ മദ്യാസക്തരുടെ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ആൽക്കോളിസം അനോണിമസ് എന്നത്. ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ചികിത്സ പ്രസ്ഥാനത്തിലൂടെ ഫലപ്രദമായ മദ്യാസക്തിയെ നേരിടുന്നു. 1934 വ്യക്തിപരമായ ഒരു ആത്മീയ അനുഭവത്തിലൂടെ മിക്സ്റ്റർ എക്സ് എന്ന ആളാണ് ഉത്തരം കണ്ടെത്തി. അങ്ങനെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഈ അനുഭവത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ സമീപനം മൂലം പിന്നീട് അനേകം മദ്യാസക്തർക്ക് സുബോധം വീണ്ടെടുക്കാൻ സാധിച്ചു. The work of Alcoholics Anonymous has a threefold aspect. Alcoholics Anonymousന്റെ പ്രവർത്തനം ത്രിമാന സ്വഭാവമുള്ളതാണ്. First, the group has weekly gathering where experience are related and problems discussed. ആദ്യം വാരാന്ത്യങ്ങളിൽ അവർ ഒരു മീറ്റിങ്ങുകളിൽ അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് കൂടിച്ചേരുന്നു. അവർക്ക് ആഴ്ചകളിൽ ഒരിക്കലുള്ള ആ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അവരുടെ അനുഭവങ്ങളും അവരുടെ ഈ പ്രശ്നങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ മദ്യാസക്തി പ്രശ്നമായിട്ടുള്ള ബന്ധങ്ങളും ചർച്ച ചെയ്യുന്നു. സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം, ഓൾ ആർ അർജ്ഡ് ടു റീഡ് ദെയർ ബുക്സ് ആൽക്കോഹോളിക്സ് അനോണിമസ്. എല്ലാവർക്കും ആൽക്കോഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ പുസ്തകം, ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം വായിക്കാനുള്ള ത്വരയുണ്ട് അല്ലെങ്കിൽ ആകാംക്ഷയുണ്ട്. വിച്ച് കണ്ടെയ്ൻസ് ദെയർ ബേസിക് tenets and must be read if one needs to arrive at any understanding of their program. അപ്പോൾ ആ പുസ്തകത്തിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം, ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാന പ്രോഗ്രാം എന്താണ്, അത് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. അപ്പോൾ പുതിയതായി കടന്നു വരുന്ന ഒരാൾക്ക് പോലും പ്രോഗ്രാമിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഈ ബുക്ക് വായിക്കാനായിട്ട് അവർ പ്രേരിപ്പിക്കാറുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. തേർഡ്, മൂന്നാമത്തെ കാര്യം, the members work with the prospects who are making their initial contact with the group. അംഗങ്ങൾ കടന്നു വരുന്ന പുതിയ ആളുകളുമായിട്ട് അല്ലെ പുതിയതായി കടന്നു വരുന്ന അംഗങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ ബന്ധപ്പെടുകയും ഗ്രൂപ്പുമായി അവരെ ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. Helping others is a two-way situation since it not only assists the beginner in his first affairs but also aids the helper. അതായത് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് രണ്ട് വഴിക്കുള്ള ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഒരു പുതിയ ആളെ അദ്ദേഹം സഹായിക്കുന്നു, അതോടൊപ്പം ഈ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ആൾക്ക് ഒരു അദ്ദേഹത്തിന്റെ സുബോധാവസ്ഥ നിലനിർത്താനായിട്ടുള്ള പരിശ്രമത്തിലൂടെ അദ്ദേഹത്തിന്റെ സുബോധാവസ്ഥ നിലനിർത്താനുള്ള ഒരു സഹായം കൂടി ലഭിക്കുന്നു. ഹു ഡെറൈവ്സ് ഫ്രം ഹിസ് എഫേർട്ട് സംതിങ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ഹിസ് കണ്ടിന്യൂഡ് സോബറിറ്റി. ഇത്തരം അതിശക്തമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള സുബോധാവസ്ഥയ്ക്ക് വളരെ ആവശ്യകമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ് ദ ന്യൂയോർക്ക് ഓഫീസ് ഓഫ് ദ ഓർഗനൈസേഷൻ റീഡ് ആസ് ഫോളോ. ന്യൂയോർക്ക് ഓഫീസിലെ കണക്കുകൾ കാണിക്കുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. അതുകൂടാതെ അതിനകത്തൊരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, റീഡ് ദ 99th ആനുവൽ മീറ്റിംഗ്സ് ഓഫ് ദ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഡിട്രോയിറ്റ് മിഷിഗൺ മെയ് 10 to 13, 1943. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ 99ാമത് വാർഷികത്തിൽ വായിച്ചതാണിത്. ഡിട്രോയിറ്റ് മിഷിഗൺ മെയ് 10 മുതൽ 13 വരെ 1943 അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് അടിസ്ഥാനപരമായ ആൽക്കോഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന അഭ്യുദയാകാംക്ഷികളുമൊത്ത് അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ സഹായിക്കുന്ന മൂലം സഹായിക്കുന്ന ആൾക്ക് സുബോധം നിലനിർത്താൻ സഹായിക്കുന്നു. അടുത്ത ഭാഗം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ് ദ ന്യൂയോർക്ക് ഓഫീസ് ഓഫ് ദ ഓർഗനൈസേഷൻ റീഡ് ആസ് ഫോളോസ്. അതായത് നമ്മുടെ ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ ന്യൂയോർക്ക് ഓഫീസിലെ കണക്കുകൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 5 റിക്കവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ. ഒന്നാം വർഷ അവസാനം വരുന്നവരിൽ ഒരു 5 പേര് സുഖപ്പെടും. 15 റിക്കവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ. 2 വർഷം നിലനിൽക്കുന്നവരുടെ ശതമാനം 15ആണ്. 40 റിക്കവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ. 3 വർഷം വരെയുള്ളവർ 40 പേരാണ് സുഖപ്പെട്ടത്. 100 റിക്കവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫോർത്ത് ഇയർ. മൂന്നാം വർഷം 40 പേര്, 4ാം വർഷം 100 പേരാണ് സുഖപ്പെട്ടത്. 5ാം വർഷം 400 റിക്കവേർഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിഫ്ത്ത് ഇയർ. 5ാം വർഷം 400 പേര് സുഖപ്പെട്ടു. 2000 റിക്കവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സിക്സ്ത് ഇയർ. 6 വർഷം വരെ 2000 പേരെ കിട്ടി. 2000 പേര് സുഖപ്പെട്ടു. 8000 റിക്കവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെവൻത് ഇയർ. 7 വർഷമായപ്പോഴത്തേക്കും 8000 പേര് സുഖപ്പെട്ടു. ഇപ്പോൾ 1 വർഷക്കാലം നിലനിന്നവർ 5 പേര്, 2 വർഷക്കാലം 15 പേര് വന്നവരിൽ
മൂന്നാം വർഷം 40 പേര്, 4-ാം വർഷം 100 പേര്, 5 വർഷം സുഖപ്പെട്ടവർ 400 പേര്, 6-ാം വർഷമായപ്പോഴത്തേക്ക് 2000 പേര്, 7-ാം വർഷം അവസാനമായപ്പോഴത്തേക്കും 8000 പേര് സുഖപ്പെട്ടു. Alcoholics Anonymous claims a recovery rate of 75% of those who really try their methods. This figure coupled with their mushroom growth commands respect and demands explanation. യഥാർത്ഥത്തിൽ അവരുടെ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരിൽ ആൽക്കഹോളിക്സ് അനോണിമസ് അവകാശപ്പെടുന്നത് 75% പേരും സുഖപ്പെടുന്നു എന്നാണ്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അവകാശം. കടന്നു വരുന്നവരിൽ തങ്ങളുടെ മാർഗം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം റിയലി ട്രൈ, യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നവര് അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരിൽ 75% പേരും സുഖപ്പെടുന്നു. ദിസ് ഫിഗർ കമ്പൽഡ് വിത്ത് ദയർ മഷ്റൂം ഗ്രോത്ത് കമൻസ് റെസ്പെക്ട് ആൻഡ് ഡിമാൻഡ്സ് എക്സ്പ്ലനേഷൻ. ഈ സംഖ്യകൾ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അതിവേഗ വളർച്ചയും ആദരവും വിശദീകരണവും അർഹിക്കുന്നു. 75% എന്ന് പറയുന്നത്. While fully cognizant of the fellowship values of the group, of the help occurring to each member from his efforts to help new ones, and of the general atmosphere of hope and encouragement which emanates from any successfully treated person, I regard them as accessory to the central therapeutic force religion, a truth which hopefully will become clear by the end of the paper, and a realization of which developed from many long talks with Mr. X. കൂട്ടായ്മയിലെ ഗ്രൂപ്പിന്റെ മൂല്യങ്ങളെ കുറിച്ച് ബോധ്യം വരികയും പുതിയ ആളുകളെ സഹായിക്കേണ്ടതുണ്ട് എന്നവർക്ക് മനസ്സിലാക്കുകയും ഫലപ്രദമായ ചികിത്സ ലഭിച്ച ആളുടെ പ്രോത്സാഹനവും ആത്മീയ പദ്ധതിയിലേക്ക് വഴി തുറക്കുകയും ചെയ്യുന്നു. ഈ സത്യം ഈ പേപ്പറുകളുടെ അവസാനം ബോധ്യപ്പെടും. മിസ്റ്റർ എക്സുമായുള്ള നീണ്ട ചർച്ചകളാണ് ഇതിന് വഴി തെളിച്ചത്. മൈ ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ഗ്രൂപ്പ് came through the medium of a 34 years old woman patient who had been under my care at Blitherwood for several months. ഈ ഗ്രൂപ്പുമായുള്ള എൻ്റെ ആദ്യ ബന്ധം 34 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ മുഖാന്തരമാണ്. മാസങ്ങളോളം അവർ എൻ്റെ ബ്ലൈത്ത്വുഡ് എന്ന് പറയുന്ന ചികിത്സാലയത്തിൽ അല്ലെങ്കിൽ അസൈലത്തില് എൻ്റെ പരിചരണത്തിലായിരുന്നു. അവൾ വഴിയാണ് ഞാൻ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്നത്. She had been a chronic alcoholic for many years and despite intelligence, family positions and early successes had literally hit the gutter. After a steady decline in her fortune, had left her all but penniless. Although no patient ever wanted to get well more desperately or cooperated more wholeheartedly in a treatment program than she, the results were very unsatisfactory. Finally, it became clear that she possessed a character structure which, despite her best effort and mind, persisted unshaken and was clearly responsible for the continuance of her drinking. One day, a copy of Alcoholics Anonymous, while yet in multilith form, came into my hands. I read it and found it contained a most accurate descriptions of the character problem I had been facing in my patient. In an effort to jar her a bit, I gave her the book to read. To my surprise, she was so greatly impressed that she arranged to go to an Alcoholics Anonymous meeting and very shortly became an active and successful member of the group. Even more surprising was the discovery that with the process of assimilation of that program, her character structure, which had been blocking any help, dissolved and was replaced by one which enabled its possessor to remain dry. അപ്പം ഈ ഗ്രൂപ്പുമായുള്ള എൻ്റെ ആദ്യ ബന്ധം 34 വയസ്സുള്ള ഒരു സ്ത്രീ മുഖാന്തരമാണ്. മാസങ്ങളോളം അവർ ബ്ലൈത്ത്വുഡ് എന്ന് പറയുന്ന എൻ്റെ അസൈലത്തിൽ ആശുപത്രിയിൽ എൻ്റെ പരിചരണത്തിലായിരുന്നു. അവർ വർഷങ്ങളായി മദ്യാസക്തിയായിരുന്നു. ആദ്യകാല വിജയങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും ബുദ്ധിശക്തിയും ഒക്കെ കാറ്റിൽ പറത്തി തീർത്തും പണമില്ലാതെ അഴുക്ക് ചാലിയിൽ അവൾ എത്തി എന്ന് പറയാം. മറ്റാരേക്കാളും അധികം ആത്മാർത്ഥതയോടെ അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഫലം നിരാശാജനകമായിരുന്നു. എന്റെയും അവളുടെയും സകല പരിശ്രമങ്ങളെയും വൃഥാവിലാക്കി അവൾ കൂടി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മൾട്ടി ലിത്ത് കോപ്പി
എനിക്ക് ലഭിച്ചു. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ രോഗിയിൽ കാണുന്ന സ്വഭാവ തകരാറുകൾ കൃത്യമായി അതിൽ വിവരിച്ചിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഞാൻ അവൾക്ക് ബുക്ക് വായിക്കാൻ കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ ആ പുസ്തകം വായിക്കുകയും ആൽക്കോളിക്സ് അനോണിമസ് ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കുകയും അതിലൊരു സജീവ അംഗമാവുകയും ചെയ്തു. അതിലും വലിയ അത്ഭുതം ആ പ്രോഗ്രാം അവൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. സുബോധം കൈവരിക്കാൻ തടസ്സം നിന്ന് അവളുടെ സ്വഭാവഘടന മാറ്റിവെക്കപ്പെടുകയും അവൾക്ക് കുടിക്കാതിരിക്കാൻ കഴിയുകയും ചെയ്തു. Something had taken place under my very nose, which could not be doubted and which could not be explained away as mere coincidence. I found myself facing the question, what had happened? My answer is that the patient had a religious or spiritual experience. The answer, however, did not prove particularly enlightenment, and it was not until much later that I began to appreciate the real meaning of the answer. എന്റെ മൂക്കിന് താഴെ നടന്ന ഈ സംഭവത്തെ വെറും യാദൃശ്ചിക സംഭവം എന്ന് പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാനായില്ല. എനിക്ക് പെട്ടെന്ന് തോന്നി, എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യം എന്നോട് തന്നെ ചോദിക്കേണ്ടി വന്നു. രോഗിക്ക് ഒരു മതപരമായ അല്ലെങ്കിൽ ഒരു ആത്മീയ അനുഭവം ഉണ്ടായി കാണുമോ? അതാണ് എൻ്റെ ഉത്തരം. അല്ലെങ്കിൽ രോഗിക്ക് ഒരു മതപരമായ അല്ലെങ്കിൽ ഒരു ആത്മീയ അനുഭവം ഉണ്ടായി, അതാണ് എൻ്റെ ഉത്തരം. ഞാൻ അല്പം വൈകി ഇതിനെ വിലമതിക്കുന്നു. ഇതിനെ വിലമതിക്കാൻ ഞാൻ അല്പം വൈകി. ഈ ഉത്തരത്തിന്റെ അർത്ഥം എനിക്ക് വ്യക്തമായിരുന്നില്ല. Before attempting to explain how further understanding of the significance of the religious factor developed, it is necessary to discuss the character structure which had dissolved, despite most reports to the contrary. There is a growing recognition of certain common qualities which are regularly present in alcoholics, excepting those who have a frank underlying mental condition. Characteristics of the so-called typical alcoholic is a narcissistic, egocentric core, dominated by feeling of omnipotence, intent on maintaining at all costs such inner integrity. While these characteristics are found in other maljudgments, they appear in relatively pure culture in alcoholics after alcoholic. In a careful study of a series of cases, Silman recently reported that he felt he could discern the outlines of a common character structure among problem drinkers, and that the best terms he could find for the group of qualities noted was defined individually and grandiosity. In my opinion, those words were accurately chosen. Inwardly, the alcoholic brooks no control from men or God. He, the alcoholic, is and must be master of his destiny. He will fight to the end to preserve that position. അപ്പോ ആത്മീയ ഘടകത്തെ വിശദീകരിക്കുന്നതിന് മുമ്പ് മാറിയ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നേരെ മറിച്ച് പൊതുവെ മദ്യാസക്തരിൽ ചില സ്വഭാവ ഗുണങ്ങൾ ദർശിക്കാനാകും. ചിലരിൽ അന്തർലീനമായിരിക്കുന്ന ചില മാനസിക അവസ്ഥകളെ മാറ്റി നിർത്തിയാൽ ഇത്തരം ഒരു മദ്യാസക്തർ സ്വന്തം കഴിവിൽ മറക്കുന്നവരും വലിയ അഹങ്കാരികളും താൻ സർവശക്തനാണെന്ന് കരുതുന്നവനുമായിരിക്കും. എന്തു വില കൊടുത്തും ഇത് നിലനിർത്താൻ അവൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സ്വഭാവ വിശേഷങ്ങൾ മദ്യാസക്തരിൽ ഇത് തെളിഞ്ഞു കാണാം. അടുത്ത കാലത്ത് സിൽമാൻ വളരെ സൂക്ഷ്മമായി നടത്തിയ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നക്കാരായ കുടിയന്മാരെ സൂചിപ്പിക്കാൻ പറ്റിയ പദം ധിക്കാരിയുടെ വ്യക്തിത്വം എന്നും പൊങ്ങച്ചനക്കാരനായിരിക്കും എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. വാക്കുകൾ കൃത്യമായി തിരഞ്ഞെടുത്തതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ധിക്കാരിയുടെ വ്യക്തിത്വം എന്നും പൊങ്ങച്ചക്കാരനായിരിക്കും. മദ്യാസക്തൻ ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ ഒരു നിയന്ത്രണവും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവൻ അത് പൊറുക്കില്ല. മദ്യാസക്തൻ തന്നെയാണ് അവന്റെ വിധികർത്താവ്. അത് നിലനിർത്താൻ അവൻ അവസാനം വരെ പൊരുതുകയും ചെയ്യും. ഇത്തരം സ്വഭാവ വിശേഷങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് ദൈവത്തെയോ മതത്തെയോ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. മതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മദ്യാസക്തന് ദൈവത്തെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. Granting then the more or less constant presence of these character traits, it is easy to see how the person possessing them has difficulty in accepting God and religion. Religion, by its demand that the individuals acknowledge the presence of a God, challenge the very nature of the alcoholic. But on the other hand, and this point in basic to my paper, if the alcoholic can truly accept the presence of a power greater than himself, he by that very step modifies, at least temporarily and possibly permanently, his deepest inner structure, and when he does so,
without resentment or struggle, then he is no longer typically alcoholic. And the strange thing is that if the alcoholic can sustain their inner feeling of acceptance, he can and will remain sober for the rest of his life. To his friends and family, he has gotten religion. To psychiatrists, he has gotten a form of self hypnosis or what you will. Regardless of what has occurred inside the alcohol, he can now stay dry. Such is the Alcoholics Anonymous convention, and I believe it is based upon facts. അപ്പോ ഇത്തരം സ്വഭാവവിശേഷങ്ങൾ നിലനിൽക്കാവുന്നിടത്തോളം കാലം അയാൾക്കോ ദൈവത്തെയും മതത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. മതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മദ്യാസക്തന് ദൈവത്തിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മദ്യാസക്തൻ തന്നെക്കാൾ വലിയ ഒരു ശക്തി അംഗീകരിക്കാൻ തയ്യാറായാൽ, അത് താൽക്കാലികമോ സ്ഥിരമോ ആകട്ടെ, നീരസമോ എതിർപ്പോ ഇല്ലാതെ അത് അദ്ദേഹം ചെയ്താൽ, അയാൾ പിന്നെ ഒരു മദ്യാസക്തനായി തീരുന്നില്ല, അല്ലെങ്കിൽ മദ്യാസക്തനാകില്ല. വിചിത്രമായ കാര്യം, മദ്യാസക്തൻ ഇത്തരം ഒരു സന്നദ്ധത നിലനിർത്താനായാൽ അയാളുടെ ശിഷ്ടകാലം അയാൾ സുബോധവാനായിരിക്കും. അയാളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അയാൾക്കൊരു മതം കിട്ടിയിരിക്കുന്നു എന്ന് പറയും. മനഃശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വയം ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാളുടെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെങ്കിലും അയാൾ കുടിക്കുന്നില്ല. ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വാദം. ഇത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Let us go back to my patient and describe her after her experience in Alcoholics Anonymous. In her original state, she corresponded perfectly with the descriptions already given to the alcoholic character structure. After Alcoholics Anonymous began to take hold, changes in her personality became apparent. The aggression subsided materially. The feeling of being at odds with the world disappeared, and with it vanished the tendency to suspect the motives and attitudes of others. A sense of peace and a calm ensured with a real lessening of inner tension, and the lines of her face softened and became gentler and more kindly. That hard inner core was being altered sufficiently to bring about the patient's sobriety for a period of 5 years. നമുക്ക് എൻ്റെ പഴയ രോഗിയിലേക്ക് മടങ്ങിപ്പോകാം. ആൽക്കഹോളിക്സ് അനോണിമസുമായുള്ള അവളുടെ അനുഭവത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അവളുടെ യഥാർത്ഥ അവസ്ഥയിൽ അവൾ ഒരു മദ്യാസക്തിയുടെ എല്ലാ സ്വഭാവ സവിശേഷങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അവളെ സ്വാധീനിക്കാൻ തുടങ്ങിയ ശേഷം അവളിൽ പ്രകടമായ സ്വഭാവ വ്യത്യാസം കാണപ്പെട്ടു. ആക്രമണ സ്വഭാവം ഇല്ലാതായി. ലോകത്തോടുള്ള പൊരുത്തക്കേട് അപ്രത്യക്ഷമായി. മറ്റുള്ളവരോടുള്ള സമീപനത്തിലെ സംശയങ്ങൾ മാറി. ശാന്തത കൈവരിച്ചു. വലിയ ആന്തരിക മാറ്റം സംഭവിച്ചു. 5 വർഷം സുബോധം നിലനിർത്താൻ അത് വളരെ പര്യാപ്തമായിരുന്നു. What was the nature of the experience which stirred this patient when she joined Alcoholics Anonymous? The answer is that some sort of religious or spiritual force was awakened. Mr. X states that the success of the group with any alcoholic depends upon the degree to which the individual goes through a conversion or spiritual activation. His own experience was of the sweeping cataclysmic type, which lifted him out of a slough of response and transported him to heights of ecstatic joy and happiness, where he stayed for some hours. This state was then succeeded by a feeling of peace, serenity, and the profound conviction that he was freed from a bondage of liquor. He stated that roughly 10% enter Alcoholics Anonymous on the strength of such an experience. The remaining 90% who stay dry achieve the same result by developing slowly and much more gradually the spiritual side of their nature through following the various steps in the program already outlined. According to Alcoholics Anonymous experience, the speed with which the spiritual awakening takes place is no criterion of either depth or permanence of cure. The religious leavening, however, little at first, starts the process. The program helps to bring it to a successful conclusion. അവൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേർന്നപ്പോൾ അവളിൽ ചലനം സൃഷ്ടിച്ച അനുഭവത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? അതിന്റെ ഉത്തരം ഇതാണ്. എന്തോ ഒരു ആത്മീയ ഉണർവുണ്ടായി എന്ന് മിസ്റ്റർ എക്സ് പറയുന്നത്. നമുക്കറിയാം മിസ്റ്റർ എക്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിൽ ഡബ്ല്യുവിനെയാണ്.
ഈ ഉണർവിന്റെയോ മാറ്റത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പിലെത്തുന്ന വ്യക്തിയുടെ വിജയം ആശ്രയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവം ഒരു പ്രളയം പോലെയായിരുന്നു. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് ആനന്ദത്തിന്റെ നെറുകയിലേക്ക് അയാൾ ഉയർത്തപ്പെട്ടു. ഏതാനും മണിക്കൂറുകളോളം അത് നിലനിന്നു. അതിനെ തുടർന്ന് വന്നത് ശാന്തിയും സമാധാനവും നിറഞ്ഞ അനുഭൂതിയായിരുന്നു. മദ്യത്തിന്റെ ബന്ധനത്തിൽ നിന്ന് താൻ മോചിതനായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു അത്. ഇത്തരത്തിൽ ആൽക്കോളിസം എത്തുന്നവർ 10% പേർക്ക് മാത്രമേ ഉണ്ടാവൂ. ശേഷിക്കുന്ന 90% പേർ സമാധാനത്തിൽ ആൽക്കോളിസം വിവിധ പടികളിലൂടെ കടന്നു പോകണം. ആൽക്കോളിസം കാഴ്ചപ്പാടിൽ മോചനത്തിന്റെ വേഗത ആത്മീയ ഉണർവിന്റെ നിലനിൽപ്പിനെയോ സുഖപ്പെടലിനെയോ ബാധിക്കുന്നില്ല. തുടക്കത്തിൽ ലഘുവായ ഈ ആത്മീയ ഉണർവ് സാവധാനത്തിൽ അവരെ വിജയത്തിലെത്തിക്കുന്നു. What then is a spiritual awakening? Here the personal experience of Mr. X is again informative. A man of energy, drive, and great ability. In his 30s, he found himself completely bogged down by drink. For at least 5 years, he fought the downhill process that was going on in him without success. 2 weeks before his last hospital stay, he was visited by a former alcoholic crony who had achieved sobriety through Buchmanism. Mr. X tried unsuccessfully to avail himself of his friend's teachings and finally decided he would get sobered up by entering well-known drying out place, where he could clear his brain of liquor and have a chance to try out his friends' ideas with his Mr. X systems free from the drag of alcohol. He was desperate, depressed, with all the fight knocked out of him. He was willing to try anything because he knew that the alternatives facing him was a state hospital and a life of permanent insanity. The evening of his first day of admission, he was again visited by his friend, who once more expounded the principles which he felt had brought him health. After the left, Mr. X sank into an even deeper depression, which he describes as a profound sense of melancholy and utter hopelessness. Suddenly, in this agony of spirit, he cried aloud, "If there is a God, let him show himself now." And with this plea, his religious experience started. He points out, and I think rightfully, what it was not until he became utterly humble that he could and did turn to God for the help that was there. എന്താണ് ഈ ആത്മീയ ഉണർവ്? ഇവിടെ മിസ്റ്റർ എക്സിന്റെ അനുഭവം വിജ്ഞാനപ്രദമാണ്. 30കളിലാണ് അദ്ദേഹം ഊർജ്ജസ്വലനും ഉത്സാഹിയും സമർത്ഥനുമായിരുന്നു. ഒരാൾ കുടികൊണ്ട് പൂർണ്ണമായും തറ പറ്റിക്കഴിഞ്ഞു. 5 വർഷമായി അദ്ദേഹം ഈ അധപ്പതനത്തിനെതിരെ നിഷ്ഫലമായി പൊരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ രണ്ടാഴ്ച മുമ്പ് ബുച്ച്മാനസത്തിലൂടെ രക്ഷപ്പെട്ട തന്റെ പഴയ ഒരു സുഹൃത്ത് തന്നെ കാണാൻ വന്നു. ബുച്ച്മാനസം എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ റവറൻ ഫാദർ ബുച്ച്മാനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന് ബുച്ച്മാനിസം എന്നാണ് അതിനെ വിളിക്കുക. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ തത്വങ്ങള് ബുച്ച്മാനിസത്തിലൂടെ വന്നതാണ്. ബുച്ച്മാനാണ് അതിന്റെ 5 പരിപൂർണതകൾ: അബ്സല്യൂട്ട് ലവ്, അബ്സല്യൂട്ട് ഹോണസ്റ്റി, അബ്സല്യൂട്ട് പ്യൂരിറ്റി, അബ്സല്യൂട്ട് അൺസെൽഫിഷ്നെസ് എന്ന് പറയുന്ന 5 കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പം തന്റെ സുഹൃത്തിന്റെ പരാജയപ്പെട്ട ദൗത്യത്തിന് ശേഷം അദ്ദേഹം ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിക്കപ്പെട്ടു. മദ്യത്തിന്റെ പിടിയിൽ നിന്നും തന്റെ തലച്ചോറ് വിമുക്തമായ ശേഷം മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു തന്റെ സുഹൃത്തിന്റെ ആശയങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിച്ചു. അയാൾ ദുഃഖിതനും നിരാശനുമായിരുന്നു. അപ്പൊ എബി താച്ചറാണ് ബിൽ ഡബ്ല്യുവിന് ഈ സന്ദേശം കൊടുക്കുന്നത്. എബി താച്ചർ രക്ഷപ്പെട്ടത് ബുച്ച്മാനിസത്തിലൂടെയാണ്. ഫ്രാങ്ക് ബുച്ച്മാനാണ് ബുച്ച്മാനിസം എന്ന് പറയുന്ന ഫ്രാങ്ക് ബുച്ച്മാന്റെ 5 പരിപൂർണതകളെ കുറിച്ച് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വിശദീകരിക്കുന്നതിനെ പറ്റിയാണ്. അതിൽ നിന്നാണ് എബി താച്ചർ മോചിതനായത്. ഇപ്പൊ തന്റെ സുഹൃത്തിനെ കാണാനായി എബി താച്ചർ വന്നു. തന്റെ സുഹൃത്തിന്റെ പരാജയപ്പെട്ട ദൗത്യത്തിന് ശേഷം അദ്ദേഹം ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിക്കപ്പെട്ടു. എബി താച്ചർ വന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും ആശുപത്രിയിൽ ഡോക്ടർ സിൽക്വർത്തിന്റെ ചികിത്സയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നതാണ് ഇവിടെ പറയുന്നത്. മദ്യത്തിന്റെ പിടിയിൽ നിന്നും തന്റെ തലച്ചോറ് വിമുക്തമായ ശേഷം മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു തന്റെ സുഹൃത്തിന്റെ ആശയങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിച്ചു. അയാൾ ദുഃഖിതനും നിരാശനുമായിരുന്നു. എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. അയാൾ എന്തും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അല്ലാത്ത പക്ഷം ഭ്രാന്ത് പിടിക്കുകയും സ്ഥിരം ആശുപത്രിവാസിയാവുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരേ ഒരു കാര്യം. ആദ്യ ദിവസം വൈകുന്നേരം തന്റെ പഴയ സുഹൃത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എബി താച്ചർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. താൻ എങ്ങനെയാണ് ആരോഗ്യവാനായത് എന്ന് ബിൽ ഡബ്ല്യുവിനോട് അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിച്ചു. തന്റെ സുഹൃത്ത് പോയ ശേഷം
ബിൽ ഡബ്ല്യു അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് കൂടുതൽ നിരാശനായി, അതീവ ദുഃഖിതനും നിസ്സഹായനും എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. തന്റെ സുഹൃത്ത് തന്നെ കാണാമെന്നതിന് ശേഷം ബിൽ ഡബ്ല്യു കൂടുതൽ നിരാശനായി, കാരണം ആത്മീയ അനുഭവം തനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതീവ ദുഃഖിതനും നിസ്സഹായനും എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. പെട്ടെന്ന് അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ദൈവമുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടട്ടെ. ഈ വിളിയിൽ തന്റെ ആത്മീയ അനുഭവം ആരംഭിച്ചു. വാട്ട് in the other word, he points out, I think rightfully, that it was not until he became utterly humble that he could return God help that was there. അപ്പൊ അപ്പൊ നിസ്സഹായത്തിൽ അനേകം വിനയപൂർവ്വം ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മിസ്റ്റർ എക്സിന്റെ വാക്കുകളിൽ, ഒരുവൻ തന്റെ സർവാധിപത്യം ഉപേക്ഷിക്കലാണ് ആത്മീയ ഉണർവിന്റെ അടിസ്ഥാനം. ആത്മീയ ഉപേക്ഷിക്കലാണ് ആത്മീയ ഉണർവിന്റെ അടിസ്ഥാനം. ധാർഷ്ട്യക്കാരനായ മധ്യാസക്തൻ ധാർഷ്ട്യം ഉപേക്ഷിച്ച് നിർദ്ദേശങ്ങളും സഹായവും പുറത്തുനിന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഒരാൾ താനെ നിഷേധാത്മകമായ മനോഭാവങ്ങൾക്ക് പകരം സ്നേഹവും സൗഹൃദവും സമാധാനവും തുടങ്ങിയ കാര്യങ്ങൾ സ്വീകരിക്കുകയും സംതൃപ്തി കൈവരിക്കുകയും ചെയ്യുന്നു. ഇത് പഴയ അസ്വസ്ഥതകൾക്കും പ്രകോപനങ്ങൾക്കുമുള്ള ഒരു മറുമരുന്നാണ്. ഈ പുതിയ മാനസികാവസ്ഥയിൽ ഒരുവൻ മദ്യത്തിലേക്ക് തിരിച്ചു പോകില്ല. മറ്റൊരു മദ്യാസക്തൻ ആത്മീയ ഉണർവിലെത്തി ആത്മീയ ഉണർവിന്റെ പ്രതിഭാസത്തിലേക്ക് വെളിച്ചം വെച്ചുന്ന ഈ ഒരു സംഭവം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Further insight into the phenomenon of spiritual chance came from another patient whose name I now wish to cite. He is a man in his early 40s from a family of wealth and the youngest of several children. He was the pampered darling of a neurotic, hypochondriacal mother. Drinking began in late adolescence. Almost at once, he learned to rely upon liquor to help him meet social situations, and as the years rolled on, this reliance became more pronounced. Finally, after one prolonged spree, he was admitted to Blackwood. അപ്പോ മറ്റൊരു മധ്യാസക്തൻ ആത്മീയ ഉണർവിലെത്താനുള്ള പ്രതിഭാസത്തിലേക്ക് വെളിച്ചം വെച്ചുന്ന ഒരു സംഭവം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾ 40 അടുത്ത് പ്രായമുള്ള ഒരാളായിരുന്നു. നല്ല സമ്പത്തുള്ള കുടുംബമായിരുന്നു. നേർവ് രോഗിയും അല്ലെങ്കിൽ ഞരമ്പ് രോഗിയും ഭയവികുലയായ ഒരമ്മ വളരെ ലാളിച്ചു വളർത്തിയ പല മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ഇവൻ. കൗമാരത്തിൽ തന്നെ അവൻ കുടി തുടങ്ങി. സാമൂഹികമായ പ്രശ്നങ്ങളെ നേരിടാനായി അവൻ മദ്യം ഉപയോഗിച്ചു തുടങ്ങി. കാലം കഴിഞ്ഞതോടെ അവന്റെ മദ്യത്തോടുള്ള ആശ്രയത്വം വർദ്ധിച്ചു വന്നു. നീണ്ടുനിന്ന ഒരു കുടിച്ചു കൂത്താടിന് ശേഷം അയാൾ ബ്ലൈത്ത്വുഡിൽ വീണ്ടും അഡ്മിറ്റായി. അല്ലെങ്കിൽ ഈ ഡോക്ടർ ഹാരി എം ടൈബോട്ടിന്റെ അടുത്ത് വീണ്ടും ബ്ലൈത്ത്വുഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അയാൾ വളരെ നന്നായി പ്രതികരിക്കുകയും അദ്ദേഹത്തിന്റെ മദ്യാസക്തിയെക്കുറിച്ച് ബോധ്യം വരികയും ചെയ്തു. ആൽക്കഹോളിക് അനോണിമസിൽ താല്പര്യമുണ്ടാക്കുകയും ചെയ്തു. He proved to be an exceedingly responsive patient, readily acknowledging his alcoholic tendency and quickly becoming interested in Alcoholics Anonymous. After residence of about a month, he left quite convinced that he had the problem in hand. Within a short time, however, nipping set in, and 4 months later, he turned after some weeks of steady drinking. Again, he showed himself responsive to interviews, but it now became apparent that there was a real battle ahead, and that it was exactly the same battle previously faced in the patient first discussed. The traits already described reared themselves and insuperable barriers to therapy. അപ്പോ നീണ്ടു നിന്നൊരു കുടിച്ചു കൂത്താടിന് ശേഷം അയാൾ ബ്ലൈത്ത്വുഡ് എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അയാൾ വളരെ നന്നായി പ്രതികരിക്കുകയും അദ്ദേഹത്തിന്റെ മദ്യാസക്തിയെക്കുറിച്ച് ബോധ്യം വരികയും ചെയ്തു. ആൽക്കഹോളിക്സ് അനോണിമസിൽ താല്പര്യമുണ്ടാവുകയും ചെയ്തു. അയാളുടെ പ്രശ്നം അയാൾ മനസ്സിലാക്കുകയും 1 മാസത്തിന് ശേഷം സ്ഥാപനം വിട്ടുപോവുകയും ചെയ്തു. അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. അധികം താമസിയാതെ തന്നെ കുടി തുടങ്ങുകയും 4 മാസങ്ങൾക്ക് ശേഷം ഒരു നീണ്ട കുടിക്ക് ശേഷം തിരിച്ചെത്തുകയും ചെയ്തു. വീണ്ടും ഉത്തരവാദിത്വത്തോടെ അഭിമുഖങ്ങളോട് പ്രതികരിക്കുകയും, പക്ഷെ ഒരു യഥാർത്ഥ പോരാട്ടം മുമ്പിലുണ്ട്. അത് മുമ്പ് നടത്തിയത് തന്നെയാണ്. During the weeks that we are discussing their obstacles, the patient began to again nip on the sly and finally went off all full-fledged spree.
He was brought back to Blythewood to terminate it, as is usual with all alcoholics. As he sobered up sobered up, he was filled with remorse, guilt, and a tremendous sense of humility. The definite personality was licked by the very excesses of its own behavior, and in that mood, he was utterly sure he would never take another drop. On the third day of his recuperation, however, he informed me during an interview that I had better do something about it. And when I asked him what it referred to, he replied, "My old feeling is coming back over me. I can feel myself closing in form from you, and all that has just happened. The indifference to this his problem, the aggressive sureness, the utter lack of any real sense of humility and guilt, all the character traits which he had come to identify with the frame of mind that led to drinking were returning and crowding out of the feelings, the thoughts, almost the sensations, which filled him as he became out of his drinking bout. He knew that if their returning feelings again took hold of his sooner or later, he would go on another alcoholic spree. He realized that somehow he must cling to the attitudes he had as he come out of the bout. The next day, he began his interview with the statement, "Doctor, I have got it." He then went on to report his experience to the previous night. This experience I label, for want of a better term, a psychological awakening. What happened was a sudden flash of understanding about himself as a person. This occurred around 11 o'clock, and he lay in bed, wide awake until 4 o'clock in the morning, fitting his new insights and understanding to his knowledge of himself. It is not easy to reconstruct the events of that 5 hour period, yet those events constituted a major experience in the life of that patient, which gave him a basic appreciation of himself as an alcoholic. Moreover, for the first time, he could see himself as he had always been, and in addition, he could sense the sort of person he must become if he were to remain sober without being aware of it at the time. He had switched from a completely egocentric, subjective point of view to an objective, mature understanding of himself and his relationship in life. Upon in retrospect, it is apparent that the patient became aware of his basic egocentricity. ആദ്യം വിവരിച്ച സ്വഭാവവിശേഷങ്ങൾ തനിയെ തിരികെ വന്നു. അങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളെ മറികടക്കാൻ ചികിത്സാ രീതികൾക്കായില്ല. ഈ തടസ്സങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗി വീണ്ടും കുടി തുടങ്ങുകയും അവസാനം മുഴുകുടിയിൽ അവസാനിക്കുകയും ചെയ്തു. ഇത് അവസാനിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം വീണ്ടും ബ്ലൈത്ത്വുഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ കുടി നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്താപവും കുറ്റബോധവും വിനയവും ഒക്കെ വന്നു. ധിക്കാരിയുടെ സ്വഭാവം അത് തന്നെ ആയതുകൊണ്ട് ആ അവസ്ഥയിൽ താൻ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. സുഖപ്പെടലിന് ശേഷം 3-ാം ദിവസം അയാൾ എന്നോട് പറഞ്ഞത്, "ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു" എന്നാണ്. "അതെ, എന്താണ്?" എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, തന്റെ പഴയ ചിന്തകൾ വീണ്ടും കടന്നു വരുന്നു എന്നാണ്. തന്റെ പ്രശ്നങ്ങളോടുള്ള നിസ്സംഗ മനോഭാവം കൊണ്ട്, കടുത്ത ഉറപ്പും യഥാർത്ഥ വിനയമില്ലായ്മയും കൊണ്ട് അദ്ദേഹത്തിൽ കുമിഞ്ഞുകൂടുന്ന അത്ര ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തെ വീണ്ടും കുടിയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ വികാരങ്ങൾ മടങ്ങിയെത്തിയാൽ തന്നെ കുടിയിലേക്ക് എത്തുമെന്ന് അയാൾക്കറിയാം. അയാൾക്കുണ്ടായ പുതിയ മനോഭാവങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ കടുത്ത കുടിയിൽ നിന്ന് താൻ രക്ഷപ്പെടുകയുള്ളൂ. അടുത്ത ദിവസം അഭിമുഖത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, "ഡോക്ടർ, എനിക്കത് ലഭിച്ചു." കഴിഞ്ഞ രാത്രിയിലെ അനുഭവങ്ങൾ അയാൾ വിവരിച്ചു. ഈ അനുഭവത്തെ ഞാൻ ഒരു പുതിയ രീതിയിൽ വിശദീകരിക്കുന്നു. മാനസിക പരിവർത്തനം. ഒരു വ്യക്തി എന്ന നിലയിൽ അയാളെ തന്നെ മനസ്സിലാക്കുന്നു. ഇത് സംഭവിച്ചത് രാത്രി 10-11 മണി മുതൽ പുലർച്ചെ 4 മണി വരെ അയാൾ ഉണർന്നു കിടന്നപ്പോഴാണ്. അപ്പോഴാണ് അയാളെക്കുറിച്ച് അയാൾ മനസ്സിലാക്കിയത്. 5 മണിക്കൂർ സമയത്തെ സംഭവങ്ങൾ കൃത്യമായി ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും പ്രധാന കാര്യം ഒരു മദ്യാസക്തൻ എന്ന നിലയിൽ അയാളെ തന്നെ വിലമതിക്കുന്നു എന്നതാണ്. ആദ്യമായി അയാൾക്കൊരു കാര്യം മനസ്സിലായി: കുടിക്കാതിരുന്നാൽ അയാൾ എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന്. അഹങ്കാരം നിറഞ്ഞ ഭാവനാ ലോകത്തു നിന്ന് വസ്തുനിഷ്ഠമായ യഥാർത്ഥ ധാരണയിലേക്ക് അയാൾ എത്തി. ഇതുവരെ അയാൾ നടത്തിയ പ്രതിരോധങ്ങളും തനിക്ക് തന്നെ മുൻസ്ഥാനം കൊടുത്തതും അയാൾക്ക് മനസ്സിലായി. In retrospect, it is apparent that the patient became aware of his basic egocentricity. For the first time,
He was able to penetrate behind the facade of his rationalizations and defense reaction, and to see what always hit thought too. He had put himself first. He was literally unaware that the other souls existed, except in so far as they affected him, that they too might have a separate existence similar yet different from his. Just never had taken on the respect of reality. Now he no longer felt himself the omnipotent being who viewed the world only in relation to himself. Instead of he could to see himself in relation to the world, and could realize that he was but a small fraction of a universe peopled by many other individuals. He would share life with the other. He had no further need to dominate and to fight to maintain that domination. He would relax and take things easy. His new orientations can best be described in the patient's own words, as he put it. Why, doctor? Do you know I have been a fraud all of my life, and I never knew it. I used to think I was interested in people, but that wasn't really so. I wasn't interested in my mother as a person who was sick. I didn't realize that she was a person might be suffering. I only thought what will happen to me when she is gone. People used to point me out as a dutiful son and an example, and I believed it. But there wasn't anything to it. I was just anxious to keep her near because she made me feel better. She never criticized me and always made me feel that in whatever I did, I was okay. New insight illuminated his previous relationships with the people. With respect to this point, he remarked, do you know, I am beginning to feel closer to people. I can think of them sometimes, and I feel easier with them too. Maybe that's because I don't think they are fighting me. Since I don't feel I am fighting them, I now think maybe they can really like me. Other enlightenments about himself and his relationship to the world could be cited. But they would only add further proof that the thinking of these patients for the first time in his life had become truly objective. The switch to objectivity is, however, but half the story. Associated with the switch, there was an equally striking alterations in the prevailing feeling tone in words that were reminiscence of Mr. X's in his spiritual experience. The patient described his new attitudes. I feel wonderful, but not like I do when have been drinking. It's very different from that. I feel quiet, not excited, and wanting to rush around. I am more content to stay put, and I don't think I am going to worry so much. I am relaxed, yet I feel better able to cope with life now than I ever did. How he then went on. I have a different feeling about God. I don't mind the idea of someone up there running things now that I don't want to run them myself. In fact, I am kind of glad that I can feel there is a supreme being who can keep things going right. I guess maybe this is something like the spiritual feelings which they talk about, whatever it is. I hope it says, because I never felt so peaceful in all my life. അപ്പോ ആളുകൾ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചാൽ അവർ നിലനിൽക്കൊണ്ടെന്ന കാര്യത്തിൽ അയാൾ ബോധവാനല്ലായിരുന്നു. യഥാർത്ഥത്തിൽ അത് അംഗീകരിച്ചിരുന്നില്ല. അവർ നിലനിൽക്കുന്നുണ്ടാവും, പക്ഷേ തന്നെ പോലെയല്ല അവർ നിലനിൽക്കുന്നത്. തന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ലോകത്തിലെ സർവാധികാരിയായി ഇപ്പോൾ അയാളെ കാണുന്നില്ല. മറ്റനേകം അംഗങ്ങളുള്ള ലോകത്തിലെ ഒരംഗം മാത്രമാണ് താൻ എന്ന ബോധ്യം ഇപ്പോൾ അയാൾക്കുണ്ട്. അയാൾക്ക് ജീവിതം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. ആധിപത്യത്തിന്റെ ആവശ്യമില്ല, അതിനായി പൊരുതേണ്ടതില്ല. അയാൾക്ക് കാര്യങ്ങളെ അനായാസമായി കാണാൻ കഴിയുന്നുണ്ട്. അയാളുടെ പുതിയ കാഴ്ചപ്പാട് അയാളുടെ വാക്കുകൾ തന്നെ കേൾക്കാം. ഡോക്ടർ, ഞാൻ ജീവിതത്തിൽ ഒരു തട്ടിപ്പുകാരനായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. രോഗിയായ അമ്മയിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ യാതന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ പോയാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഓർത്താണ് ഞാൻ ഓർത്തത്. ഞാനൊരു ഉത്തരവാദിത്തമുള്ള ഒരു മാതൃകാ പുത്രനാണ് എന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടി. ഞാനത് വിശ്വസിച്ചു. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല. അവൾ അടുത്തുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, കാരണം അതെനിക്ക് ആശ്വാസം നൽകി. അവൾ എന്നെ വിമർശിച്ചില്ല. ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാണെന്ന തോന്നൽ അവൾ എന്നിൽ ഉളവാക്കി.
പുതിയ കാഴ്ചപ്പാടുകൾ ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പ്രകാശനമാക്കി. അയാൾ അതേപ്പറ്റി പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? ഞാൻ ആളുകളുമായി അടുക്കുകയായിരുന്നു. എനിക്ക് അവരെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. അത് എളുപ്പവുമായിരുന്നു. അവർ എന്നോട് പൊരുതുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ അവരോട് പൊരുതുന്നില്ല. ഞാനിപ്പോൾ കരുതുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ എന്നെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞേക്കുമെന്നാണ്. ലോകവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഇതെല്ലാം കാണിക്കുന്നത് അയാൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ജീവിതത്തിൽ ആദ്യമായി വസ്തുനിഷ്ഠമായ ഈ മാറ്റം കഥയുടെ പകുതിയാണ്. വൈകാരികമായുള്ള ഈ മാറ്റം പ്രകടമായിരുന്നു. മിസ്റ്റർ എക്സ് തന്റെ ആത്മീയ അനുഭവം അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കൊരു അത്ഭുതം തോന്നുന്നു. ഒരിക്കലും അത് കുടിച്ചിരുന്നപ്പോഴത്തേതുപോലെയല്ല. അത് വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ ശാന്തത അനുഭവിച്ചു. സംഭ്രമത്തോടെ കറങ്ങി നടന്നില്ല. ഞാൻ സംതൃപ്തനായിരുന്നു. വ്യാകുല ചിന്തനായിരുന്നില്ല. മുമ്പ് എന്നത്തെക്കാളും ശാന്തനുമായിരുന്നു. ജീവിതവുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. അയാൾ തുടർന്നു. ദൈവത്തെക്കുറിച്ച് എനിക്ക് മറ്റൊരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ആരോ ഒരാൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഈ ലോകത്ത്. എനിക്കതിന് ആഗ്രഹവുമില്ല. ഞാനത് ഗൗനിക്കുന്നുമില്ല. എന്നാൽ സർവശക്തനായ ഒരാൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവർ പറയുന്ന ആത്മീയ അനുഭവം പോലെ തന്നെയാണത്. ഇതും ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതെന്ത് തന്നെയായാലും അങ്ങനെ ഒന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിനു മുമ്പൊരിക്കലും ഞാൻ ഇത്ര സമാധാനം അനുഭവിച്ചിട്ടില്ല. In this statement, the patient manifests a different attitude toward God, and he also shows that he has become aware of that fact, that as he ceases the effort to maintain his individuality, he can relax and enjoy life in quiet, yet thoroughly satisfying way. Such feelings are, as he intimates, distinctly spiritual in quality, and he was correct in their appraisal, because he was being able to remain dry for a period of nearly a year. The change to objectivity and the altered feelings turn have proved to be what he needs to stay sober. Despite this relatively brief period of sobriety, the patient feels that he is on with much firmer footing. Hitherto, during periods of dryness, he was constantly fighting liquor. Now he was real peace of mind, because he knows that it takes to keep thinking soberly. This case is cited because it represents us an individual who underwent a rapid psychological reorientation, the result of which was an entirely new and different life pattern and life outlook. While one can question the permanence of this new pattern, there can be no question as to the fact that the experience itself occurred of even greater significance, or for the purpose of this paper is that fact that the patient, as a result of this experience, used the same word to describe his new feelings as did Mr. X following his religious experience, and as did my other patient after the activities of Alcoholics Anonymous began to take hold and work upon her. Mr. X informs me that of the 10% who have a rapid awakening, some achieve it on the basis of a true religious experience, and others as a result of sweeping psychological events, such as happened to my patient. The other 90% attained the same result more gradually, as did the woman patient cited, irrespective of the path by which that outcome is achieved. There seems no doubt that all end up with this feeling of peace and security, which they link that the spiritual side of life. The narcissistic component in the character is submerged, at least for the time being, and in its place there is a much more mature and objective person who can meet life situations positively and affirmatively without escape into alcohol. According to Mr. X, all members of Alcoholics Anonymous who succeeded in remaining dry sooner or later undergo the same change in personality. They must lose the narcissistic element permanently. Otherwise, the program of Alcoholics Anonymous works only temporarily. Here, let me make two additional observations. First, there is all the difference in the world between a true emotional religious feelings and the vague grouping
groping, skeptical, intellectual belief, which passes a religious feelings in the minds as many people. Regardless of his final consumption of that power, unless the individual attains in the course of time a sense of the reality and the nearness of a greater power, his egocentric nature will reassert itself with undiminished intensity, and drinking will again enter into the picture. Second, most of the individuals who finally reach the necessary spiritual state do so merely by following the Alcoholism program and without our consciously experiencing any sudden access of spiritual feeling. Instead, they grow slowly but surely into a state of mind which, after it has been present for a time, they may suddenly recognize is greatly different from the one they formerly had. To their surprise, they discovered that their point of view and outlook has taken on a very real spiritual coloring. The central effect, therefore, of Alcoholics Anonymous is to develop in the person a spiritual state which will serve as a direct neutralizing force upon the egocentric elements of the character of the alcoholic. If and when that state become completely integrated into new habit patterns, the patient will remain dry. Mr. X says that this process of integration takes place over a period of years, and that if there is no noticeable changes in personality structure after 6 months, the spiritual side will probably succumb to a return of the submerged alcoholic self. In other words, unless the religious impetus of Alcoholism Anonymous affects a change in the deeper personality components, the influence of the program is not lasting. Significantly, this change, which is typical, takes place without psychiatric help. Yet, as Mr. X describes it, it has characteristics which we as psychiatrists hope for in our improved patients. Briefly, he sums up his observations with the words: the alcoholic must gain in objectivity and maturity, otherwise he doesn't stay sober. രോഗിയുടെ കാരണം ഇതിനു മുമ്പ് ഞാൻ ഇത്രയും സമാധാനം അനുഭവിച്ചിട്ടില്ല. രോഗിയുടെ ഈ പ്രസ്താവനയിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവത്തോടുള്ള തന്റെ സമീപനത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. വ്യക്തി പ്രാധാന്യം, തന്റെ സ്വയം വ്യക്തി പ്രാധാന്യം ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ആശ്വാസം ലഭിക്കുകയും ജീവിതം ആസ്വദിക്കാനാവുകയും ചെയ്തു. ഇത്തരം വിചാരങ്ങൾ അയാൾ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ആത്മീയമായ ഒരു ഉണർവാണ് അദ്ദേഹത്തിനുണ്ടായത്. അത് കാരണം മൂലമാണ് അയാൾ 1 വർഷം കുടിക്കാതിരുന്നു. വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാടുകളിലേക്കുള്ള മാറ്റവും മാറിയ വിചാരങ്ങളും കുടിക്കാതിരിക്കാൻ അയാൾക്ക് ആവശ്യമായിരുന്നു. താൽക്കാലിക സുബോധത്തിനപ്പുറം അയാളുടെ കാലുകൾ ഉറച്ചിരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നി. ഇതുവരെ കുടിക്കാതിരുന്നപ്പോഴൊക്കെ അയാൾ മദ്യവുമായി പൊരുതുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അത് ആവശ്യമില്ല. ഇപ്പോൾ അദ്ദേഹം മനസ്സമാധാനം ലഭിക്കുന്നുണ്ട്. കാരണം അയാൾ ചിന്തിക്കുന്നത് സുബോധത്തോടെയാണ്, അല്ലെങ്കിൽ സുബോധത്തിലാണ്. ഈ കേസ് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. ഈ വ്യക്തി സത്വരമായ ഒരു മാനസിക പരിവർത്തനത്തിന് വിധേയനായിട്ടുണ്ട്. അതിന്റെ ഫലമായി പുതിയൊരു കാഴ്ചപ്പാടും വ്യത്യസ്തമായ ഒരു ജീവിത വീക്ഷണവും അയാൾ കൈവരിച്ചിട്ടുണ്ട്. ഇതിന്റെ നിലനിൽപ്പ് ആർക്കും ചോദ്യം ചെയ്യാനാകില്ല. കാരണം അങ്ങനെ അനുഭവങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. മിസ്റ്റർ എക്സിന് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിനും ഉണ്ടായ ആത്മീയ അനുഭവം വിശദീകരിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ് ഈ രോഗിയും ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് ഈ പേപ്പറുകളുടെ പ്രത്യേകത. മറ്റു രോഗികളെ പോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് അവളിലും പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു എന്നെ അറിയിച്ചത് 10% ആളുകൾക്ക് ഒരു യഥാർത്ഥ ആത്മീയ അനുഭവത്തെ തുടർന്നാണ് ഇത് സാധ്യമാകുന്നത്. മറ്റുള്ളവർക്ക് തൻ്റെ രോഗിയായ സ്ത്രീയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു മാനസിക പരിവർത്തനത്തെ തുടർന്നും ബാക്കി 90% ആളുകൾക്ക് തൻ്റെ സ്ത്രീ രോഗിയിൽ സാധ്യമായതുപോലെ തന്നെ ക്രമാനുഗതമായ രീതിയിൽ ഫലമുളവാകുന്നു. അപ്പൊ 10% പേർക്ക് പെട്ടെന്ന് ആത്മീയ അനുഭവം ഉണ്ടാകുന്നു. 90% പേർക്ക് അദ്ദേഹത്തിന്റെ സ്ത്രീ രോഗിയെ പോലെയുള്ള ക്രമാനുഗതമായ സാവധാനത്തിലുള്ള ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുന്നു. മാർഗം എന്തായാലും ആത്മീയവുമായി ബന്ധപ്പെടുത്തി അവർ ശാന്തിയും സമാധാനവും സുരക്ഷിതത്വ ബോധവും ആർജിച്ചെടുക്കുന്നു. സ്വന്തം ഗുണഗണങ്ങളിൽ മതിമറക്കുന്ന സ്വഭാവവിശേഷം തീരെ ഇല്ലാതാവുകയും മദ്യത്തിൽ അഭയം കണ്ടെത്തുന്നതിനു പകരം വസ്തുനിഷ്ഠമായ ജീവിത സാഹചര്യങ്ങളെ അനുകൂലമായി നേരിടാനും കഴിയുന്നു.
മിസ്റ്റർ എക്സിന്റെ അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിന്റെ അഭിപ്രായത്തിൽ ആൽക്കോളിക്സ് അനോണമസിൽ എത്തുന്ന അംഗങ്ങൾ എല്ലാം തന്നെ ശിഷ്ടകാല സ്വഭാവത്തിലായിരിക്കണമെങ്കിൽ വേഗത്തിലോ സാവധാനത്തിലോ ഉള്ള ഈ ആത്മീയ പരിവർത്തനത്തിന് വിധേയരാകേണ്ടതുണ്ട്. സ്വന്തം ഗുണങ്ങളിൽ മതിമറക്കുന്ന സ്വഭാവം അവർ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ആൽക്കോളിക്സ് അനോണമസ് താൽക്കാലികമായി മാത്രമേ അവരിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഞാനിവിടെ രണ്ട് തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. ആദ്യം യഥാർത്ഥ വികാരപരമായ ആത്മീയ അനുഭവം, അടുത്തത് അവ്യക്തമായ മടിച്ചു നിൽക്കുന്ന ബുദ്ധിപരമായ ആത്മീയ അനുഭവം. ആദ്യം യഥാർത്ഥ വികാരമായ സ്പിരിച്വൽ എക്സ്പീരിയൻസ് അഥവാ ആത്മീയ അനുഭവം, അടുത്തത് അവ്യക്തമായ മടിച്ചു നിൽക്കുന്ന ബുദ്ധിപരമായ ആത്മീയ അനുഭവം. ഇതാണ് വ്യത്യാസം. മറ്റൊരു ശക്തിയിലുള്ള ധാരണ എന്തു തന്നെയായാലും കാലക്രമത്തിൽ ഒരു യഥാർത്ഥ ബോധം കൈവരിക്കുകയും വലിയ ശക്തിയോട് അടുത്തെത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ മദ്യം അവന്റെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. രണ്ടാമതായി, പെട്ടെന്നൊരു ആത്മീയ പരിവർത്തനം ഉണ്ടാകാതെ ആൽക്കോളിക്സ് അനോണമസിലൂടെ സാവധാനത്തിലൊരു ആത്മീയ അനുഭവത്തിൽ അവർ എത്തിച്ചേരുന്നു. മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാനസിക അവസ്ഥയിൽ സാവധാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് അവർക്ക് തന്നെ ബോധ്യമാകും. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു കാര്യം മനസ്സിലാകും: അവരുടെ വീക്ഷണങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഇപ്പോൾ ഒരു ആത്മീയ നിറം കൈവന്നിരിക്കുന്നു. ആൽക്കോളിക്സ് അനോണമസിന്റെ പ്രാഥമിക ഉദ്ദേശം മദ്യാസക്തിന്റെ അഹങ്കാരം ശമിപ്പിച്ച് സന്തുലനാവസ്ഥയെ കൈവരിക്കുക എന്നതാണ്. അത് പൂർണ്ണമായും സാധ്യമാകുമ്പോൾ രോഗി സുബോധവാനാകും. മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു പറയുന്നത് ഇത്തരമൊരു ഉത്ഗ്രഥനം നടക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷെ ഒരാളിൽ 6 മാസത്തേക്ക് മാറ്റത്തിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ലെങ്കിൽ ആത്മീയ വശം മദ്യാസക്തിയിലേക്ക് കീഴടങ്ങും. 6 മാസത്തിനുള്ളിൽ 6 മാസത്തേക്ക് മാറ്റത്തിന്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ലെങ്കിൽ ആത്മീയ വശം കാണിക്കുന്നില്ലെങ്കിൽ മദ്യാസക്തിക്ക് അദ്ദേഹം കീഴടങ്ങും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആൽക്കോളിക്സ് അനോണമസിന്റെ ആത്മീയ തത്വം ആഴത്തിൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ കൂട്ടായ്മയുടെ സ്വാധീനം അവരിൽ നിലനിൽക്കില്ല. യഥാർത്ഥത്തിൽ ഈ മാറ്റം സംഭവിക്കാൻ മനഃശാസ്ത്രപരമായ ആവശ്യമില്ല എങ്കിലും മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു പറയുന്നത് പോലെ ഇതിന് മനഃശാസ്ത്രമായ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് നാം മനഃശാസ്ത്രജ്ഞന്മാർക്ക് നമ്മുടെ പുരോഗതി പ്രാപിച്ച രോഗികളിൽ ഇത് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് ആൽക്കോളിക്സ് അനോണമസ് അതിൻ്റെ ആത്മീയ തത്വങ്ങൾ ഉപയോഗിച്ച് കടന്നാക്രമിക്കുന്നത് കുടിയൻ്റെ സ്വന്തം ഗുണങ്ങളിൽ മതിമറക്കുന്ന അവൻ്റെ ആ സ്വഭാവത്തെയാണ്. അതിനെ വേരോടെ പിഴുതെറിയുന്നത് വഴി ഒരു വ്യക്തി ഒരു പുതിയ ആളായി മാറുന്നു. അനുകൂലമായ ഒരു വിചാരഗതിയിലേക്ക് അവൻ പ്രവേശിക്കുന്നു. അത് അവനിലേക്ക് ഒരു വളർച്ചയിലേക്കും പക്വതയിലേക്കും നയിക്കുകയും ചെയ്യും. അതായത് ഈ ഗ്രൂപ്പ് ഒരു വൈകാരിക ശക്തിയിൽ, ഒരു ആത്മീയതയിൽ ആശ്രയിക്കുന്നു. അതുവഴി അതൊരു ആത്മീയ ഫലം നൽകുന്നു. അതുവഴി നിഷേധാത്മക മനോഭാവങ്ങളെ വെടിഞ്ഞ് ഒരു നല്ല മനോഭാവം കൈവരിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് തൻ്റെ ധിക്കാരപരമായ മനോഭാവം നിലനിർത്തേണ്ടതില്ല. പകരം സമാധാനത്തിൽ പങ്കുവെച്ച് സമരസപ്പെട്ട് ഈ ലോകത്തിൽ സമാധാനത്തിൽ ജീവിക്കാം. In conclusion, it is my belief that the therapeutic value of the Alcoholics Anonymous approach arises from its use of a religious or spiritual force to attack the fundamental narcissism of the alcoholic. With the uprooting of that component, the individual experiences a whole new series of thoughts and feelings which are of a positive nature and which impel him in the direction of growth and maturity. In other words, this group relies upon the emotional force, religion, to achieve an emotional result, namely the overthrowing of the negative hostile set of emotions and supplanting them with a positive effect in which the individual no longer need to maintain his defined individuality, but instead can live in peace and harmony with and in his world, sharing and participating freely. ഒരവസാന വാക്ക്. ഈ കാലത്ത് മനഃശാസ്ത്രം വൈകാരിക സുഖപ്പെടലിൽ ജാഗ്രത പുലർത്തുന്നവരാണ്. മനസ്സും ബുദ്ധിശക്തിയുമായി ഒരു ബന്ധമുണ്ടാകുന്നില്ല എങ്കിൽ സുഖപ്പെടൽ സംശയാസ്പദമാണ്. സംഘർഷങ്ങളും ആയാസങ്ങളുമില്ലാതെ ഒരു മാനസിക കാലാവസ്ഥ കൈവരിക്കുന്നതാണ് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളെ ഒരു സെക്കൻഡ് സംഘർഷങ്ങളും ഒരു മാനസിക കാലാവസ്ഥ കൈവരിക്കുന്ന തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളെ അരിച്ചുപെറുക്കുന്നതിലാണ് നാം ഈ കാലത്ത് ഊന്നൽ നൽകുന്നത്. വികാരങ്ങളെ മാറ്റിയെടുക്കുന്നത് വികാരങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇതൊരു വസ്തുതയാണ്. മാറ്റം വരുത്തിയതിനു ശേഷം മനസ്സിനെയും ബുദ്ധിയെയും പുതിയ മനോഭാവങ്ങളെ പ്രവർത്തിക്കാനും വ്യക്തിത്വത്തിൽ അത് പ്രകടമാക്കാനും സാധിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ആൽക്കോളിക്സ് അനോണമസിൽ സംഭവിക്കുന്നത്. സ്വന്തം ഗുണങ്ങളിൽ മതിമറക്കുന്ന സ്വഭാവത്തിൽ ആത്മീയത കടന്നു കയറുകയും അത് നിർവീര്യമാക്കുകയും ഒരു പരിവർത്തനത്തിൽ അവരെ എത്തിക്കുകയും വിധേയമാക്കുകയും ചെയ്യുന്നു.
മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു പലപ്പോഴും ഇതിനെ പറയുന്നത് വലിയൊരു പരിവർത്തനത്തിന്റെ അനുഭവം ആദ്യമായി എനിക്ക് അനുഭവപ്പെട്ടു. കാർമേഘം നീങ്ങുകയും വിവരിക്കാനാവാത്ത ഒരു പ്രകാശം പരക്കുകയും ചെയ്തു എന്നാണ്. എൻ്റെ രണ്ടാമത്തെ രോഗി ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാം ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഒന്നും പല വഴിക്കായി കാണുന്നില്ല. ഇത് പറഞ്ഞത് അവന്റെ പുതിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. തന്റെ അഭിമുഖത്തിൽ തന്റെ വിഷമങ്ങളെക്കുറിച്ച് പറയുകയും അത് മാറ്റാൻ തനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഈ പരിവർത്തന പ്രക്രിയയ്ക്ക് ശേഷം ആദ്യമായി സത്യസന്ധമായി സ്വയം മനസ്സിലാക്കുന്ന മഹത്തായ പ്രവൃത്തി അയാൾ ചെയ്തു. One final commitment. One final commitment. Present day psychiatry is properly charged of purely emotional course. Until any changes is family linked up with the mind and the intellect, the cure is considered a suspect. The emphasis today is an analysis which relies upon the mind to ferret out the cause for the failure to achieve a state of synthesis, which is actually an emotional condition of feeling free of conflict and strain. It is presumed that the blocking emotions are uncovered and freed through analysis. Positive synthetic ones will appear instead. It is just as logical, though, to change emotional by using emotions and then, after the change he has brought about, to bring the mind and intellect into play too. In the sense, this is what occurs in alcoholism. Religious plays upon narcissism and neutralize it is produce a feeling of synthesis. In referring to his own spiritual experience, Mr. X often calls it as a great synthesized experience in which everything for the first time became clear to me. It was a thought great good had lifted and everything took prescribed illuminations. My second patient, in reference to this point, said this: I feel all of one piece now. I feel all together, not rushing around all directional at once. And it was in the light of his new set of emotion that the patient did respond more satisfactorily under the discussion of what his previous difficulties had been and what he could do now to avoid any further trouble. After his synthesized experience, he was for the first time really able to do an honest, decent job of self-understanding. The lesson for psychiatrists is clear, it seems to me. Although we admittedly deal with the emotional problems, we as a group, which tends to be intellectual, restrict emotions too much. We are self-conscious and a little ashamed when we are forced to use them, and always apologetic with our confidence. It was a suspect they have reason to think our methods are too emotional. In the meantime, others less bound by tradition go ahead to get the result denied to us. It is highly imperative for us and presumable open-minded scientists to view wisely and long to effect of others in our field of work. We may be wearing bigger blinders when we know. Recent papers by Dr. Tybot, The Role of Psychiatry in the Field of Alcoholism, 1951, Surrender versus Compliance in Therapy, 1953, The Ego Factors in Surrender in Alcoholism, 1954. മനഃശാസ്ത്രജ്ഞർക്കുള്ള പാഠം വ്യക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വൈകാരിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ബുദ്ധിപരമായ വികാരങ്ങളെ വളരെയധികം അവിശ്വസിക്കുന്നു എന്ന് പറയാം. നമ്മുടെ സമീപനം വികാരപരമാണെന്ന് നമ്മുടെ സഹപ്രവർത്തകർ കരുതുന്നതിൽ നമുക്ക് തെറ്റു പറയാനാവില്ല. നാം അങ്ങനെ ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. നാം സ്വയം അവബോധമുള്ളവരാണ്. അതേസമയം പാരമ്പര്യങ്ങളുടെ ഇല്ലാത്തവർ മുന്നോട്ട് പോവുകയും നമുക്ക് നിഷേധിക്കപ്പെട്ട ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നാം മനഃശാസ്ത്രജ്ഞർ കുറച്ചുകൂടി തുറന്ന് മനസ്സുള്ളവരാകേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നും. കാരണം മറ്റുള്ളവർ നമ്മുടെ രംഗത്ത് കുറച്ചുകൂടി ഫലപ്രദമായി വർത്തിക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുന്നത് വിവേകമാണ്. നമുക്കറിയാവുന്നതിലധികം ഇരുട്ട് മുറിയിലുണ്ടാകും. ഒരു പക്ഷേ ഡോക്ടർ ടൈബോട്ടിന്റെ സമീപകാല പേപ്പറുകളാണ് മദ്യാസക്തിയുടെ കാര്യത്തിൽ മനഃശാസ്ത്രത്തിന്റെ പങ്ക്. 1951 ചികിത്സയിൽ കീഴടങ്ങലും വഴങ്ങലും, 1953 മദ്യാസക്തിയും കീഴടങ്ങലും അഹങ്കാരവും, 1954 3 പേപ്പറുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്.